ഏറെക്കാലത്തെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലേക്കുള്ള രംഗപ്രവേശം. വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണി രാഹുലിനെ ഉപാധ്യക്ഷനായി നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു. സോണിയാഗാന്ധിയും മറ്റു നേതാക്കളും ഇതിനെ ഒറ്റക്കെട്ടായി പിന്തുണച്ചതോടെയാണ് രാഹുലിന്റെ പുതിയ ചുമതല സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. In its most effective and accepted young leader, reflecting the strong feelings of the millions of Congress workers. വെല്ലുവിളികൾ മറികടക്കാൻ രാഹുൽ ഗാന്ധി എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചു. രാഹുൽ ഗാന്ധിയുടെ പുതിയ ചുമതല സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായതോടെ പാർട്ടി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവുമായി യോഗവേദിക്ക് പുറത്തെത്തി. കോൺഗ്രസ് കുടുംബത്തിലെ 4ാം തലമുറയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്ത കെ.പി.സി.സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. 4ാമത്തെ തലമുറയായ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ്. കോൺഗ്രസിൽ നേരത്തെയും ഉപാധ്യക്ഷനുണ്ടായിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ പൂർണ്ണ ചുമതലയാണ് രാഹുലിനെ കൈവന്നിരിക്കുന്നത്. യുവനിരയെ മുൻനിർത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുകയാണ് രാഹുലിന്റെ മുഖ്യ ദൗത്യം. പാർട്ടിയിൽ 2ാം സ്ഥാനം നൽകിയതോടെ രാഹുൽ തന്നെയാകും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത്. പട്ടാഭിഷേകം കഴിഞ്ഞു. കോൺഗ്രസിൽ ഇനി രാഹുൽ രാജ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരാജയമടഞ്ഞ രാഹുൽ തന്ത്രങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ജയ്പൂരിൽ നിന്നും ക്യാമറമാൻ ഫൈസൽ നിൽക്കുന്നതോടൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ.